ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി കടക്കുന്നു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനുമുള്ള ശ്രമം നടത്തുന്നുവെന്ന് പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കുന്നു. പരാതിക്കാരി ഗുരുതര പരിക്കുകളോടെയാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. നടന്നത് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെന്ന രാഹുലിന്റെയും യുവതിയുടെയും വാദം തെറ്റാണെന്നും പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിഷ്ണു, പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസുമായി മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിക്കുന്നു. ഒപ്പം തന്നെ നിരവധി വാദങ്ങൾ അത് രാഹുൽ പി ഗോപാലിന്റെയും ഒപ്പം യുവതിയുടെയും ഭാഗത്തുണ്ടായിരുന്നു. അതെല്ലാം തെറ്റാണ്, വിശ്വസിക്കാൻ പറ്റാത്തതാണ് എന്ന് പോലീസ് എന്തുകൊണ്ട് പറയുന്നു? ഒപ്പം അടുത്ത പോലീസ് നീക്കങ്ങൾ എന്ത്? പ്രജിൻ, ഈ കേസ് നിർണായകമായ നീക്കത്തിലേക്ക് പോലീസ് പോകുന്നു. കേസുമായി മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ കേസ് റദ്ദ് ചെയ്യണം, തങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി രാഹുലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് പോലീസിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ, സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. ഈ സത്യവാങ്മൂലത്തിലാണ് രാഹുലിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ട് എന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീധനം ആവശ്യപ്പെട്ടായിരുന്നു രാഹുൽ ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നത്. നിരന്തരമായി മർദ്ദിച്ചിരുന്നു. കേബിൾ ഉൾപ്പെടെ കഴുത്തിൽ ചുറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ പെൺകുട്ടി ഇപ്പോൾ ഈ മൊഴി മാറ്റി പറയുന്നതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു എന്നും കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ഈ FIR റദ്ദ് ചെയ്യരുത്. രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. അയാൾ നിലവിൽ ജർമ്മനിയിലാണെന്ന് പറയുന്നു. ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ FIR റദ്ദ് ചെയ്യരുത് എന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത്, നേരത്തെ നമ്മൾ കരുതിയിരുന്നത് കേസ് റദ്ദ് ചെയ്യുമെന്ന ഘട്ടത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല. കൃത്യമായ തെളിവ് തങ്ങളുടെ പക്കലുണ്ട്. ഈ പെൺകുട്ടി 164 പ്രകാരം മൊഴി നൽകിയിരുന്നു. ആ മൊഴിയിലെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തനിക്ക് നേരിട്ട ഗാർഹിക പീഡനത്തെക്കുറിച്ച്, അക്രമത്തെക്കുറിച്ച്. പക്ഷേ ഇപ്പോൾ വരുന്ന വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നു. ഒപ്പം അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. രാഹുലിന്റെ പാസ്പോർട്ട് അടക്കം റദ്ദ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കോടതിയെ അറിയിച്ചിരിക്കുന്നു. കേസ് അടുത്ത ദിവസം പരിഗണിക്കും. പ്രജിൻ. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചു. സേലം ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ആളാണ് മരിച്ചത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 63ആയി. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേർന്നു വിവരങ്ങളുമായി. മനേഷ്, വിശദാംശങ്ങൾ എന്താണ്? ഇപ്പോൾ ഇനി ബാക്കി ചികിത്സയിൽ കഴിയുന്നവരുടെയൊക്കെ നില എന്താണ്? പ്രജിൻ, മൂന്ന് മരണമാണ് ഇന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. സേലത്തും അതുപോലെ തന്നെ പുതുച്ചേരി ആശുപത്രിയിലും ഉണ്ടായിരുന്ന 3 പേരാണ് മരിച്ചത്. ഇതിപ്പോൾ 6 സ്ത്രീകൾ ഉൾപ്പെടെ 63 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നത്. ഒരു ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് 74 പേർ ചികിത്സ ഫലം കണ്ട് ആശുപത്രി വിട്ടിരിക്കുന്നു എന്നൊരു നല്ല വാർത്ത കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. 88 പേരാണ് നിലവിൽ 4 ആശുപത്രികളിലായി ചികിത്സയിലുള്ളത് എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷം വലിയ തോതിൽ തന്നെ പ്രതിഷേധവുമായി മുൻപോട്ട് പോവുകയാണ്. ഇന്നും ഇപ്പോൾ സഭ ബഹിഷ്കരിക്കുന്ന നിലയിലേക്ക്, സഭയിൽ ബഹളം വയ്ക്കുന്ന ഒരു നിലയിലേക്ക് പ്രതിപക്ഷം എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ MLA-മാരെയും സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് സ്പീക്കർ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് നാളെ നിരാഹാര സമരം നടത്തുമെന്ന് DMK പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കുറിശ്ശിയിൽ ഇന്നിപ്പോൾ വനിതാ കമ്മീഷൻ അംഗം ഖുഷ്ബു അവിടെ എത്തി, പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് തെളിവെടുപ്പ് നടത്തിയിരുന്നു. മാത്രമല്ല ഈ കരുണാപുരത്തുള്ള ഈ പറഞ്ഞ ദുരന്തം നടന്ന സ്ഥലത്തെത്തി അവിടെ നിന്നും ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. മാത്രമല്ല ദേശീയ പട്ടികവർഗ കമ്മീഷൻ അംഗം കിഷോർ മക്വാന ഇന്ന് കള്ളക്കുറിച്ചിയിലെത്തിയിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ രീതിയിലുള്ള അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ അവിടെ എത്തുന്നുണ്ട്, അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. CBCID ആണെങ്കിൽ അന്വേഷണവുമായി മുൻപോട്ട് പോകുന്നുമുണ്ട്. ശരി, കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ ഇന്ന് ഒരു മരണം കൂടി ഉണ്ടായതോടെ ആകെ മരണം 63ആയി. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിതുരയിൽ നടു റോഡിൽ യുവാവിന് ക്രൂരമർദ്ദനം. പറങ്കിമാത്തോട്ടം സ്വദേശി അനി ഡെന്നിക്കാണ് മർദ്ദനമേറ്റത്. കാറിലെത്തിയ 5-അംഗ സംഘമാണ് ക്രൂരമായി മർദ്ദിച്ചത്. MG പ്രതീഷ് നൽകും തിരുവനന്തപുരത്ത് അതിന്റെ വിശദാംശങ്ങൾ. പ്രതീഷ്, എന്തിനാണ് ഇയാളെ മർദ്ദിച്ചത്? അത്തരം വിവരങ്ങളുണ്ടോ? ആരാണ് ഈ സംഘം? അത്തരം വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ഇന്നലെ രാത്രി 7 മണിയോടുകൂടിയാണ് വിതുരയിൽ യുവാവിന് ക്രൂരമായ മർദ്ദനം ഏൽക്കുന്നത്. വിതുര ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപമായിരുന്നു. സ്വിഫ്റ്റ് കാറിലെത്തിയ 5-അംഗ സംഘമാണ് വിതുര സ്വദേശിയായ അനി ഡെന്നിയെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. ഈ സമയത്ത് ഈ ഡോറ് അകത്ത് നിന്ന് പുറത്തേക്ക് തുറന്നു. ഈ സമയത്ത് ഈ അനിയുടെ ദേഹത്ത് ഡോറിന്റെ വാതിൽ തട്ടി. ഇത് ചോദ്യം ചെയ്തതാണ് ഒരു തർക്കത്തിലേക്കും പിന്നീട് ഒരു സംഘർഷത്തിലേക്കും കലാശിച്ചത്. ഈ കാറിലുണ്ടായിരുന്ന 5-അംഗ സംഘം അനിയെ ക്രൂരമായി
മർദ്ദിക്കുകയായിരുന്നു. നിലത്തേക്ക് തള്ളിയിട്ട ശേഷം നെഞ്ചത്തും മുഖത്തും ക്രൂരമായി ചവിട്ടി. ഗുരുതരമായി പരിക്കേറ്റ അനിയെ ആദ്യം വിതുര താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. ഈ നാട്ടുകാർ ഓടി വന്നതോടുകൂടിയാണ് ഈ 5 അംഗ സംഘം കാറിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. നിലവിൽ വിതുര പോലീസിൽ ഈ മർദ്ദനമേറ്റ യുവാവ് പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ വണ്ടിയുടെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. എത്രയും വേഗം ഈ മർദ്ദിച്ച പ്രതികളെ പിടികൂടാൻ കഴിയുമെന്നതാണ് പോലീസും അറിയിക്കുന്നത്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. തെലങ്കാനയിലെ വാറങ്കലിൽ ബർത്ത് പൊട്ടിവീണതിൽ വിശദീകരണവുമായി റെയിൽവേ. ബർത്തിന് കേടുപാടുകൾ ഇല്ലെന്നും കൃത്യമായി ബർത്ത് ലോക്ക് ചെയ്യാത്തതാണ് അപകട കാരണമെന്നും റെയിൽവേ വ്യക്തമാക്കി. ഡൽഹിയിലെത്തിയ ട്രെയിൻ പരിശോധിച്ചിരുന്നുവെന്നും ദക്ഷിണ റെയിൽവേ പറയുന്നു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്നും ഒരിക്കൽ കൂടി ചേരുന്നു. മനീഷ്, എവിടെ വെച്ചാണ് ഈ ബർത്ത് പൊട്ടിവീണത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ പരാതിക്കാർ ആരൊക്കെയാണ്? അവർ പറയുന്നത് എന്ത്? ഒപ്പം റെയിൽവേയുടെ വിശദീകരണത്തിന്റെ വിശദാംശങ്ങൾ കൂടി. പ്രജിൻ, തെലങ്കാനയിലെ വാറങ്കലിൽ വെച്ച് ചൊവ്വാഴ്ചയാണ് ഒരു അപകടം നടക്കുന്നത്. മലപ്പുറം സ്വദേശിയായിട്ടുള്ള മാറഞ്ചേരി ഇളയിടത്ത് മാറാടിക്കൽ അലിഖാനാണ് മരിച്ചത്. മിഡിൽ ബർത്ത് പൊട്ടി വീഴുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ മുകളിലേക്ക് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ദക്ഷിണ റെയിൽവേ പറയുന്നത് ആ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. അതായത് ബർത്തിന് മറ്റ് കേടുപാടുകളൊന്നും തന്നെ ഇല്ല. കൃത്യമായി ഈ ഹുക്ക് ചെയ്യാത്തതാണ്, അതായത് ചങ്ങല ഹുക്ക് ചെയ്യാത്തത് കൊണ്ട് സംഭവിച്ച ഒരു അപകടമാണ് എന്നുള്ളതാണ് ദക്ഷിണ റെയിൽവേ പറയുന്നത്. വാറങ്കലിൽ നിന്നും ഇദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയതിനു ശേഷം ഈ ട്രെയിൻ ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു. എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ് ട്രെയിനാണ്. ഈ ട്രെയിൻ ഡൽഹിക്ക് പോവുകയും ഡൽഹിയിൽ വെച്ച് ഇതിന്റെ റെയിൽവേയുടെ എഞ്ചിനീയർമാർ ഈ ബോഗി ഈ പറഞ്ഞ രീതിയിലുള്ള ബർത്ത് പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ദക്ഷിണ റെയിൽവേ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ ബർത്തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, കേടുപാടുകളൊന്നും തന്നെ ഇല്ല. കൃത്യമായി ഹുക്ക് ചെയ്യാത്തതാണ് ഈ ഒരു അപകടത്തിന് കാരണം. കിടന്നുറങ്ങുമ്പോഴല്ല അപകടം സംഭവിച്ചത്, അദ്ദേഹം എഴുന്നേറ്റപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ദക്ഷിണ റെയിൽവേ നൽകുന്ന ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട. പ്രജിൻ, ശരി, മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടായിരിക്കുന്നു. 14 ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹരികൃഷ്ണൻ നൽകും തിരുവനന്തപുരത്ത് നിന്ന് അതിന്റെ വിവരങ്ങൾ. ഹരി, മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങളുണ്ട്. ഏതൊക്കെ ജില്ലകളിലാണ് ശക്തമായ അതിശക്തമായ മഴ ഉണ്ടാവുക? ഒപ്പം മറ്റ് നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പ്രജിന് സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പും പറയുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. നേരത്തെ ഈ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല. എന്നാൽ പുതുക്കിയ മുന്നറിയിപ്പിൽ സംസ്ഥാനത്ത് 14 ജില്ലകളിലും, അതായത് തിരുവനന്തപുരവും കൊല്ലവും ഉൾപ്പെടെയുള്ള 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും കൊല്ലം ജില്ലയിൽ യെല്ലോ അലർട്ടുമാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തിരുവനന്തപുരം കൂടാതെ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാത്രിയിലും മഴ തുടരാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിലും മഴ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് എല്ലായിടത്തും, അതായത് എല്ലാ പ്രദേശങ്ങളിലും മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മത്സ്യബന്ധനത്തിലുള്ള വിലക്ക്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് അത് തുടരുകയാണ്. മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വിനോദത്തിനായി ബീച്ചിൽ ഇറങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത്തരമിടങ്ങളിലേക്ക് പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിശക്തമായ മഴയാണ് വരാനിരിക്കുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. പ്രജിത്, ഹരികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. കൊച്ചി മട്ടാഞ്ചേരിയിൽ ശക്തമായ മഴയിൽ 100 വർഷം പഴക്കമുള്ള കെട്ടിടം ഭാഗികമായി തകർന്നു വീണു. മട്ടാഞ്ചേരി ബസാറിൽ അസ്രാജ് പറമ്പിലെ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് വീണത്. ചെല്ലാനത്ത് അതിരൂക്ഷമായ കടലേറ്റമുണ്ട്. തീരദേശ റോഡിൽ ഉൾപ്പെടെ കടൽ വെള്ളം കയറി. റോഡിന്റെ പണിയല്ലേ ചെയ്യാനുള്ളത്? ഈ സീവാളിന്റെ പണി ചെയ്യണം, ജനങ്ങളെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ നേതാക്കന്മാരെ രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം. പാവപ്പെട്ട മനുഷ്യരോടെ കേൾക്കണില്ല. ഞങ്ങളെ എല്ലാ വീടും പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ അറിയാം, മന്ത്രിമാർക്കൊക്കെ പെറാത്തിലെന്ന് തുടങ്ങാം, യാസീർ ഭൂമികളെന്ന് തുടങ്ങാം. ബാക്കി പാപ്പടയും മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇവിടെ കിടന്നു ഉറങ്ങാൻ നോക്കാത്തത്. ഇത് കണ്ട ഈ വീടൊക്കെ അല്ല നോക്കിയിരുന്നു. ഒരു കിറ്റും വേണ്ട, ഒന്നും വേണ്ട. എബിൻ ജോസ് ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. എബിൻ, കാലാകാലങ്ങളായി ഈ കൊച്ചിയിലെ താഴ്ന്ന പ്രദേശത്തുള്ള ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നം അത് ഈ മഴക്കാലത്തും അതുപോലെ തുടരുന്നു എന്നാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. ഒപ്പം തന്നെ നാട്ടുകാരുടെ രോഷം അത് അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം നിലവിൽ? ഈ കടൽകയറ്റമുണ്ടായ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ആൾക്കാർ അവിടെ തന്നെ താമസിക്കുന്നുണ്ടോ? അവർ മാറിപ്പോകാനുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങൾ, ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ടോ?
കൊച്ചിയിലെ തീരദേശ മേഖലകളിൽ കടലേറ്റം രൂക്ഷമാണ്. പ്രത്യേകിച്ച് ചെല്ലാനം, കണ്ണമാലി പ്രദേശങ്ങളിലാണ് കടലേറ്റം രൂക്ഷമായിരിക്കുന്നത്. നേരത്തെ തന്നെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു കടലാക്രമണം രൂക്ഷമാകുമെന്നുള്ളത്. അതുപോലെ തന്നെ ശക്തമായ തിരമാലകളാണ് ഈ ജനവാസ മേഖലയിലേക്ക് അടിച്ചു കയറുന്നത്. വീടുകളിലും റോഡുകളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ മട്ടാഞ്ചേരിയിൽ 100 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം തകർന്നു വീണിട്ടുണ്ട്. ഈ കെട്ടിടം ശോച്യാവസ്ഥയിലായിരുന്നു. ഈ അടുത്തിടെ ഇത്തരത്തിൽ പഴയ കെട്ടിടങ്ങൾ മട്ടാഞ്ചേരിയിൽ തകർന്നു വീഴുന്ന സാഹചര്യമുണ്ട്. ഏതായാലും നിലവിലും ഇപ്പോൾ എറണാകുളത്ത് ശക്തമായ മഴയാണ് മലയോര മേഖലകളിൽ ഉൾപ്പെടെ അനുഭവപ്പെടുന്നത്. പ്രജിൻ, ശരി, എബിൻ ജോസ് ആണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് ശക്തമായ മഴയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു. തലനാരിഴയ്ക്കാണ് വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടത്. ഹരികൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുന്നു തിരുവനന്തപുരത്തും. ഹരി, പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ട്, അതേസമയം തന്നെ മഴക്കെടുതിയും കുറവല്ല. എന്താണ് യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്ത് സംഭവിച്ചത്? പ്രജൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ല ഈ പള്ളിപ്പുറം ഭാഗങ്ങളിൽ കഴിഞ്ഞ രാത്രി മുതൽ മഴ പെയ്യുകയായിരുന്നു. ശക്തമായ മഴയാണ്. ഈ മഴയിലാണ് ഇറിയാസ്, പള്ളിപ്പുറം CRPF ക്യാമ്പിന് സമീപം താമസിക്കുന്ന ഈ റിയാസിന്റെ വീട് ഇടിഞ്ഞു വീണത്. റിയാസും ഭാര്യയും 2 കുഞ്ഞുമക്കളും പ്രായമായ മാതാപിതാക്കളുമാണ് ഈ വീട്ടിലുള്ളത്. ഇവർ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഈ വീട് ഈ ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീഴുന്നത്. ഈ ചലിക്കാൻ കഴിയാത്ത പിതാവ് കട്ടിൽ കിടക്കുന്ന സമയത്താണ് ഇതുണ്ടായത്. പക്ഷേ തലനാരിഴയ്ക്ക് കുടുംബം രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. മറ്റ് അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. നിലവിൽ ഇവരെ ഈ കുടുംബത്തെ മറ്റൊരു വീട്ടിലേക്ക്, ബന്ധു വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ മറ്റ് അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് മാത്രമല്ല, ഈ കഴക്കൂട്ടത്തും ഇതേപോലെ സമാനമായ ഒരു സംഭവം, അതായത് ഒരു കൂറ്റൻ പരസ്യ ബോർഡ് വീണ ഒരു സംഭവം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് ഒരു കൂറ്റൻ പരസ്യ ബോർഡ് വീണത്. അത്തരത്തിൽ മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മഴക്കെടുതികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പഴയ വീടുകളിലൊക്കെ ഇത്തരത്തിൽ നാശനഷ്ടങ്ങളും വീടിടിഞ്ഞു വീഴുന്ന സംഭവങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രജിൻ, ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മലപ്പുറത്തേക്കാണ്. മലപ്പുറം പൊന്നാനിയിൽ രൂക്ഷമായ കടലേറ്റമുണ്ട്. പാലപ്പെട്ടി, വെളിയങ്കോട്, ഹിളർപ്പള്ളി മേഖലയിലാണ് കടലേറ്റം ഉണ്ടായിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി മലപ്പുറത്തും ചെയ്യുന്നത്. സമീർ, എന്താണ് ആ മേഖലയിലെ ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ വീടുകൾക്കൊക്കെയുള്ള കേടുപാടുകൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പ്രജിൻ, നിലവിൽ മഴയ്ക്ക് ശമനം വന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ശേഷം കടലാക്രമണത്തിനും ഒരു ശമനം വന്നിരിക്കുകയാണ്. പക്ഷെ ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണി മുതൽ 3 മണി വരെയുള്ള സമയത്തായിരുന്നു കടലാക്രമണം രൂക്ഷമായി മേഖലയിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പൊന്നാനി ഭാഗത്ത് വെളിയങ്കോട്, പാലപ്പെട്ടി മേഖലകളിൽ ഏകദേശം 50ഓളം വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് വെളിയങ്കോട് പഞ്ചായത്തിലെ പത്തുമുറി, തണ്ണിത്തുറ, പെരുമ്പടപ്പ് പഞ്ചായത്തിലെ അജ്മീർ നഗർ, പാലപ്പെട്ടി തീര മേഖലയിലാണ് ഉച്ചയോട് കൂടി തന്നെ കടലാക്രമണം രൂക്ഷമായത്. പിന്നീട് കടൽ തന്നെ 4 മണിയോട് കൂടി വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. നിലവിൽ കടൽ ശക്തമായതിനാൽ ഈ മേഖലയിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം എന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. 20ഓളം വീടുകളിൽ നിന്നും ആളുകളെ നിലവിൽ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. രാത്രിയിലും കടലാക്രമണം ഒരുപക്ഷെ രൂക്ഷമാവുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഈ മേഖലയിൽ നിലവിൽ കടൽഭിത്തി ഇല്ലാത്തതാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ടോൾ നിരോധനത്തിൽ നട്ടതിരിഞ്ഞിരിക്കുന്ന ഒരു തീരദേശ മേഖലയ്ക്ക് ഈ ഒരു കടലാക്രമണം കൂടി താങ്ങാനാവുന്നതല്ല നേരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ രൂക്ഷമായ കടലേറ്റം അനുഭവപ്പെടുന്ന മേഖലകളുണ്ട്. ചേറ്റുവ അഴിമുഖത്ത് 3 വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. സൂരജ് സജി നൽകും അതിന്റെ വിശദാംശങ്ങൾ തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ തകർച്ചാ ഭീഷണിയിലുള്ള വീടുകൾ, അതിൽ കഴിയുന്നവരൊക്കെ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് മാറ്റിയിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? സൂരജിലേക്ക് അല്പസമയത്തിനകം എത്താം. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തീരമേഖലയിലൊക്കെ തന്നെ എല്ലായിടങ്ങളിലും കടലേറ്റം രൂക്ഷമായി അനുഭവപ്പെടുന്നു. ചേറ്റുവ അഴിമുഖത്താണ് 3 വീടുകൾ ഈ കടലേറ്റം കൊണ്ട് തന്നെ തകർച്ചാ ഭീഷണി നേരിടുന്നത്. അതിന്റെ വിശദാംശങ്ങളുമായി സൂരജ് സജി ടെലിഫോൺ ലൈനിൽ അല്പസമയത്തിനകം ചേരും. സൂരജ്, ഈ ചേറ്റുവ അഴിമുഖത്തുള്ള ഈ 3 വീടുകൾ, അതിൽ കഴിയുന്നവരൊക്കെ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് മാറ്റിയിരിക്കുന്നത്? നിലവിലെ സാഹചര്യം എന്താണ്? കടലേറ്റത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? പ്രജിൻ, തൃശ്ശൂരിലും രൂക്ഷമായ കടൽക്ഷോഭമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ തീരമേഖലയായിട്ടുള്ള ചാവക്കാട്, അതുപോലെ തന്നെ ഏങ്ങണ്ടിയൂർ തുടങ്ങിയ മേഖലകളിലാണ് ഇത്തരത്തിൽ രൂക്ഷമായ കടലേറ്റം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ മേഖലയിൽ 3 വീടുകൾ തകർച്ചാ ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ്. ഇത് ആൾതാമസമില്ലാത്ത വീടുകളാണ്. നേരത്തെയും ഈ കടലാക്രമണ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളെ നേരത്തെ തന്നെ മാറ്റിപ്പാർപ്പിച്ചതാണ്. ആ 3 കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഈ തകർച്ചാ ഭീഷണി നേരിടുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പെരിങ്ങൽകുത്ത് ഡാം ഉച്ചയോടുകൂടി തുറന്നിരുന്നു. ഇതോടുകൂടി
ഇതോടുകൂടി ചാലക്കുടി പുഴയിലും ഈ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ചാലക്കുടിയുടെ ഇരു കരകളിലുമുള്ളവരോട് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലും രൂക്ഷമായ കടലേറ്റം അത് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രജിത്ത്. ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം പെരുമ്പാവൂരിൽ പാണങ്കുഴി പാണിയേലി മേഖലകളിൽ കാട്ടാനക്കൂട്ടം 8ഓളം കാട്ടാനകൾ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. എബിൻ ജോസ് നൽകും കൊച്ചിയിൽ നിന്നും അതിന്റെ വിവരങ്ങൾ. എബിൻ, ഇപ്പോൾ ജനവാസ മേഖലയിൽ തന്നെ ആണോ ഈ കാട്ടാനക്കൂട്ടമുള്ളത്? ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വീടിന് മുന്നിലൂടെയൊക്കെ ആനകൾ കൂട്ടമായി പോകുന്നത് നമുക്ക് കാണാം. എന്താണ് ഇതിൽ അധികൃതർ ഇടപെട്ടിട്ടുണ്ടോ? നിലവിലത്തെ അവിടുത്തെ അവസ്ഥ എന്ത്? ഇന്നലെ രാത്രിയോടുകൂടിയാണ് കാട്ടാനക്കൂട്ടം ഈ ജനവാസ മേഖലയിൽ എത്തിയത്. ഇന്ന് രാവിലെയും ഈ പ്രദേശങ്ങളിൽ കാട്ടാനയെ കണ്ടതായിട്ട് നാട്ടുകാർ പറയുന്നു. പ്രധാനമായും പെരിയാർ നീന്തിക്കടന്നാണ് ഈ കാട്ടാനക്കൂട്ടം ഈ മേഖലയിലേക്ക് എത്തുന്നത്. നിരന്തരമായി കാട്ടാന ശല്യം ഉണ്ടാവുന്ന പ്രദേശങ്ങളാണ് ഈ പാണംകുഴി മേഖലയെല്ലാം തന്നെ. കൃഷി നശിപ്പിക്കുന്ന സാഹചര്യവുമുണ്ട്. ഏതായാലും ജനങ്ങൾ ആശങ്കയിലാണ്. ഈ പരിസരത്ത് കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ടെന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട്. പ്രജിത്ത്. ശരി, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പാണങ്കുഴി പാണിയേലി മേഖലയിലാണ് ഇപ്പോൾ കാട്ടാനക്കൂട്ടം എത്തിയിട്ടുള്ളത്. 8ഓളം ആനകളുണ്ട്. അതിൽ ചെറുതും വലുതുമുള്ള ആനകളുണ്ട് എന്ന് ഈ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. നാട്ടുകാർ ഭീതിയോടെയാണ് ഈ മേഖലയിൽ കഴിയുന്നത് എന്ന് എബിൻ ജോസ് റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട് നാദാപുരത്ത് ശക്തമായ മഴയിലും കാറ്റിലും മരം വീണ് വീട് ഭാഗികമായി തകർന്നു. ആവുലത്തെ കൂടേന്റെ വിട ചന്ദ്രമതിയുടെ വീടാണ് തകർന്നത്. ആർക്കും പരുക്കുകളില്ല. മിഥില ബാല നൽകും കോഴിക്കോട് നിന്നും വിവരങ്ങൾ. മിഥില, മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴയുണ്ടോ? ഒപ്പം ഈ വീടിന്റെ അവസ്ഥ എന്താണിപ്പോൾ? സച്ചിൻ, കോഴിക്കോട് നഗരത്തിലും ഒപ്പം തന്നെ മലയോര മേഖലകളിലും ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ സംഭവം, അതായത് വീടിന് മുകളിൽ മരം വീണത് നാദാപുരത്താണ്. നാദാപുരത്ത് ഇപ്പോഴും ശക്തമായ മഴയും കാറ്റുമുണ്ട്. ഈ കാറ്റിലാണ് മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണത്. വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. നാദാപുരം ആവോലത്താണ് ഈ സംഭവം. ആവോലത്ത് കൂടേന്റെ ഇവിടെ ചന്ദ്രമതിയുടെ വീടിന് മുകളിലാണ് സമീപത്തെ കൂറ്റൻ പനമരം കടപുഴകി വീണത്. മരം വീണ് വീടിന്റെ പിൻഭാഗത്തെ മേൽക്കൂരയും വരാന്തയുടെ മേൽക്കൂരയുടെ ഒരു ഭാഗവുമാണ് തകർന്നത്. ഭാഗ്യമെന്ന് പറയട്ടെ, ആർക്കും പരിക്കില്ല. ഇപ്പോഴും മലയോര മേഖലകളിൽ, ഞാൻ സൂചിപ്പിച്ചതുപോലെ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. മാത്രമല്ല തീരദേശ മേഖലകളിലും അതിശക്തമായ കടൽക്ഷോഭം തുടരുന്നുണ്ട്. കാപ്പാട് തീരദേശ റോഡിന്റെ ഒരു ഭാഗം എടുത്തുപോയിട്ടുണ്ട്. ഇന്നലെയും ആ ഒരു ഭാഗത്ത് കടലാക്രമണം മൂലം എടുത്തുപോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി ഭാഗം ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് കടലാക്രമണത്തിൽ എടുത്തുപോയിട്ടുണ്ട്. ഇത്തരത്തിൽ ജില്ലയിൽ ഗ്രാമ വ്യത്യാസമില്ലാതെ മഴ തുടരുന്നുണ്ട്. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോകുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കാറ്റിലും മഴയിലും കൂറ്റൻ പരസ്യ ബോർഡ് നിലംപൊത്തി. യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ ആളപായമില്ല. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നൽകുന്നതിന് വിവരങ്ങൾ. ഹരി, ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ പരസ്യ ബോർഡാണ് നിലംപതിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. പ്രജിൻ, ഈ കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടായ ശക്തമായ മഴയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതലും ഈ പ്രദേശത്ത്, അതായത് കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലുള്ള കൂറ്റൻ പരസ്യ ബോർഡാണ് ഇത്തരത്തിൽ തകർന്നു വീണത്. ശക്തമായ മഴ പെയ്യുകയായിരുന്നു. ഇപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട. ശരി ഹരി, ഓഡിയോയിൽ വ്യക്തത കുറവുണ്ട്. എന്തായാലും കഴക്കൂട്ടത്താണ് വലിയ കാറ്റിൽ വലിയ പരസ്യ ബോർഡ് നിലംപൊത്തിയത്. യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ ആളപായം ഉണ്ടായില്ല. ഹരികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ക്വാറികളുടെ പ്രവർത്തനവും നിരോധിച്ചിട്ടുണ്ട്. ടൂറിസം കേന്ദ്രങ്ങൾ ഈ മാസം 30 വരെ അടയ്ക്കാനും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നൽകും അതിന്റെ വിവരങ്ങൾ. ശ്രീത്ത്, മലയോര മേഖലയിലേക്കുള്ള യാത്ര അത് നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണം എന്ന് പറയുന്നു. അപ്പോൾ പ്രതികൂല സാഹചര്യമാണ് ജില്ലയിലുള്ളത്. എന്താണ് നിലവിലെ സാഹചര്യം? എവിടെയൊക്കെയാണ് ശക്തമായ മഴ അനുഭവപ്പെടുന്നത്? പത്തനംതിട്ടയുടെ സർവ്വ മേഖലയിലും ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. അത് മലയോര മേഖലയായ കോന്നി, ചിറ്റാർ പോലുള്ള പ്രദേശങ്ങളിലും റാന്നി, നേരത്തെ നമ്മൾ പോയ ഉറുമ്പൻമൊഴി അടക്കമുള്ള പ്രദേശങ്ങളിൽ മഴയുണ്ട് എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ഇവിടുത്തെ പ്രാദേശിക പ്രതിനിധികൾ നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി 3 മണിക്കൊരു യോഗം ചേർന്നിരുന്നു. അത് റവന്യൂ മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിലായിരുന്നു ആ യോഗം ചേർന്നിരുന്നത്. അതിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണനും ഓൺലൈനായി പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് രാത്രികാല യാത്രാ നിരോധനം ഈ മാസം 30 വരെ തുടരാൻ
തീരുമാനമായിരിക്കുന്നത്. ഇത് കൂടാതെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അടവി ഇക്കോ ടൂറിസം കേന്ദ്രമടക്കം പൂർണ്ണമായി അടച്ചിടാൻ 30-ാം തീയതി വരെ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ കോന്നി, ആനക്കോട് അടക്കമുള്ള മേഖലകൾ ഉൾപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കൂടാതെയാണ് ഏറ്റവും ഒടുവിൽ കോറികൾക്ക് കൂടി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും കോറികളുടെ പ്രവർത്തനം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത സാധ്യത മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇനി കോറികൾ തുറന്നു പ്രവർത്തിക്കാൻ പാടുകയുള്ളൂ എന്ന കർശനമായ നിർദ്ദേശം. അത് 30-ാം തീയതി വരെ കോറികൾക്ക് നിരോധനമുണ്ട്. അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കും. അതിനുശേഷം മാത്രമേ കോറികൾക്കടക്കം പ്രവർത്തിക്കാൻ അനുമതി നൽകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ശ്രീ, അതോടൊപ്പം തന്നെ ഈ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പല നദികളിലും. ഒപ്പം തന്നെ ഈ ചപ്പാത്തുകൾ മുങ്ങുന്ന സാഹചര്യമുണ്ട്. പല ഗ്രാമങ്ങളും ഒറ്റപ്പെടുന്ന അവസ്ഥ. അതിലൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് അധികൃതർ ഇടപെടുന്നത്? നമ്മൾ നേരത്തെ ഒരു വാർത്ത നൽകിയിരുന്നു. ആവണിപ്പാറ, അത് ഏറെക്കാലമായുള്ള ഒരു ആവശ്യമായിരുന്നു. അവിടെ ഒരു പാലം വേണമെന്നത്. അവിടെ ഏതാണ്ട് ഒരു 40ഓളം ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട ഒരു വാർത്ത നമ്മൾ നൽകിയിരുന്നു. അവർ സാഹസികമായി തൊട്ടപ്പുറത്തെ കരയിലേക്ക് എത്താൻ തോണിയെ ആശ്രയിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ നൽകിയിരുന്നു. അതിനുശേഷം ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയായിരുന്നു. NDRF സംഘത്തെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങൾ വേണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് ട്രൈബൽ പ്രൊമോട്ടറോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കിടപ്പ് രോഗികളോ അല്ലെങ്കിൽ ഗർഭിണികളോ ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ NDRF സംഘത്തോട് അവരെ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു കാരണവശാലും അവർ സമ്മതിച്ചില്ലെങ്കിലും ആ മേഖലയിൽ നിന്ന് അവരെ മാറ്റുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഉറുമ്പൻമൊഴി അടക്കമുള്ള അരിഞ്ഞിരാമണ്ണ്, ഉറുമ്പൻമൊഴി അടക്കമുള്ള കോസ്റ്റ് വേകൾ പൂർണ്ണമായി മുങ്ങിയിട്ടുണ്ട്. അതിൽ അരിഞ്ഞിരി മണ്ണിൽ പൂർണ്ണമായി 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശരി, അതാണ് പത്തനംതിട്ടയിലെ മഴ സാഹചര്യം. ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത്. കായിക മേഖലയിൽ നിന്നും പുതിയ അപ്ഡേറ്റുകൾ വരുന്നു. ഇന്ത്യക്ക് ചെറിയ നിരാശയുണ്ട്. T20 ICC T20 ബാറ്റേഴ്സിന്റെ റാങ്കിങ്ങിൽ സൂര്യകുമാർ യാദവിന് 1-ാം സ്ഥാനം നഷ്ടമാവുന്നു. 2-ാം സ്ഥാനത്തേക്ക് പോകുന്നു. ഒപ്പം 4-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഓസ്ട്രേലിയൻ ബാറ്റർ ട്രാവിസ് ഹെഡ് 1-ാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നു. 3-ാം സ്ഥാനത്ത് ഫിൽ സോൾട്ടും 4-ാം സ്ഥാനത്ത് പാകിസ്ഥാന്റെ ബാബർ അസവുമാണ് പുതിയ റാങ്കിങ്ങിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുന്നു.